അസ്സലാമലൈക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞ 5ാം ക്ലാസ്സിലെ കുട്ടികളെ, പൊതുപരീക്ഷ താരീഖ് അഖ്ലാഖിന് കഴിഞ്ഞ 4 പൊതുപരീക്ഷകളിലും വന്ന ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. ടോപ്പ് പ്ലസിന് ഇൻഷാല്ല നമുക്കതിലൂടെ ഉറപ്പിക്കണം. കാരണം പൊതുപരീക്ഷ 4 കൊല്ലമൊക്കെ വന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഇൻഷാല്ല ഇപ്രാവശ്യം വരുള്ളൂ കേട്ടോ. ഒരു വർഷത്തെ പേപ്പർ മാത്രം നോക്കിക്കൊണ്ട് ഇൻഷാല്ല കാര്യം ഉണ്ടാവില്ല. ഈ പേപ്പറിൽ നമുക്ക് ഒന്നാമതായിട്ടുള്ളത് യോജിപ്പിക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം സൽസ്വഭാവത്തിൽ പെട്ടതാണെന്ത്? ചെറിയവരെ സ്നേഹിക്കൽ അല്ലേ. ചെറിയ കുട്ടികളാകുമ്പോൾ സ്നേഹമാണ് വേണ്ടത് അല്ലേ. വീട്ടിൽ നിന്നോ മറ്റൊക്കെ ആയിട്ട് എപ്പോഴും ദേഷ്യവും കോപം മാത്രം കേട്ട് വളർന്ന കുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരാകെ ഒരു പിരിമുറുക്കത്തിലായിരിക്കും. വലുതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടികളും ആ രീതിയിലായി തീരാണ് ചെയ്യുക. 2, അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. നമ്മുടെ നോമ്പും നിസ്കാരവും മറ്റു ആരാധനാകർമ്മങ്ങളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാവണം. അള്ളാഹാണ് നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കണ്ണും മൂക്കും കാലും കാഴ്ചയും കേൾവിയൊക്കെ തന്നത്. അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കണം എന്നുള്ളൊരു ബോധം, ആ ഒരു ചിന്ത അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, അതിനാണ് ഇഖ്ലാസ് എന്ന് പറയാം. 3, മനസ്സിൻ്റെ രോഗമാണ് എന്ത്? കോപം, ദേഷ്യം. ഒരാവശ്യമില്ലാത്ത ദേഷ്യങ്ങൾ മനസ്സിൻ്റെ രോഗമാണ്. 4, ആദ്യം ചിന്ത പിന്നെയാണ് സംസാരിക്കേണ്ടത് അല്ലേ. ആദ്യം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, പിന്നെ അതാകെ മൊയൻ്റെ പരിപാടി ആയതുകൊണ്ട് പിന്നെ ചിന്തിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. എന്നാലും അത് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ ശ്രദ്ധിക്കുന്നത് പിന്നെ ഒരു മെച്ചാണ്. 5ാമത്തത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഭയം അല്ലേ. ഭയം എന്നുള്ളത് ഭയങ്കര ഡേഞ്ചർ. നമ്മൾക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ വായൻ്റെ ബാഗിൽ ആരെങ്കിലും ഒളിച്ചിട്ടുണ്ടോ, നമ്മളൊരു നടന്നു പോകുമ്പോൾ ബാക്കിൽ ആരെങ്കിലും പിടിക്കാൻ വേണ്ടി വരുന്നുണ്ടോ, അങ്ങനെ പേടിക്കാൻ നമുക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ ഉണ്ടായിരുന്നു. വലുതാകുമ്പോൾ അതേപോലെ ഉണ്ടാകുമ്പോഴോ ഭയങ്കര പരീക്ഷണം, ഇടങ്ങേറാണല്ലേ. രാത്രി ഒരു പേരിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടി, എങ്ങോട്ടെങ്കിലും പോകാൻ പേടി അല്ലേ. പേടി ഭയങ്കര പരീക്ഷണമാണ്. ആ പരീക്ഷണത്തെ നമ്മൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ പേടി അനാവശ്യമായിട്ട് ഉണ്ടാവാൻ പാടില്ല. കാരണം അനാവശ്യമായിട്ട് പെട്ടെന്ന് പേടിക്കുന്ന ആൾക്കാരിൽ മാനസിക നിലയൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. 1 മിനിറ്റ്. കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷയിൽ 6 ലക്ഷത്തോളം കുട്ടികൾ 35,000 മണിക്കൂറാണ് നമ്മുടെ വീഡിയോ കണ്ടു പഠിച്ച് ആയിരക്കണക്കിന് മികച്ച അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയത്. റമദാനിന് ശേഷം ഒരു വർഷത്തെ ഫുൾ വിഷയങ്ങളുടെ ക്ലാസ് ഏത് സാധാരണ കുട്ടിക്കും ജോയിൻ ചെയ്യാൻ സാധിക്കാൻ വേണ്ടി വെറും 99 രൂപയ്ക്ക് നമ്മൾ മാർക്കീസിയിലൂടെ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് 1-2 ക്ലാസ്സുകാരുടെ അക്ഷരങ്ങൾ നിയമപ്രകാരം എഴുതി പഠിപ്പിക്കുന്നു, ഹോംവർക്ക് ചെയ്ത് പഠിപ്പിക്കുന്നു. രക്ഷിതാക്കൾക്ക് ഇനി രാത്രി ബുദ്ധിമുട്ടുകയേ വേണ്ട. 5-7 ക്ലാസ്സുകാരുടെ ലിസാന്, തജ്വീദ്, ഖുർആൻ ഈസിയാക്കി തരുന്നു. 8-9 ക്ലാസ്സുകാരുടെ അറബി വിഷയങ്ങൾ രാത്രി ഇനി ഈസിയായി പഠിക്കാം. അടുത്ത വർഷത്തെ 1, 2, 5, 7, 8, 9 ക്ലാസ്സുകാർക്കാണ് ഈ കോഴ്സ്. എല്ലാ മാസവും ഗെയിം രൂപത്തിലുള്ള ക്ലാസ് പരീക്ഷകൾ, ക്യാഷ് പ്രൈസുകൾ. പാദവാർഷിക, അർദ്ധവാർഷിക, വാർഷിക പൊതുപരീക്ഷയ്ക്ക് കഴിഞ്ഞ 3-4 വർഷത്തെ പേപ്പർ റിവിഷനിലൂടെ ഫുൾ മാർക്ക് നേടാനും മദ്രസയിൽ അവധിയായ ക്ലാസുകൾ വീണ്ടെടുക്കാനും മാർക്കീസ് ഇനി മക്കളോടൊപ്പമുണ്ട്. വീട്ടിലെ പണി കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് ഇനി രാത്രി മക്കളെ പഠിപ്പിക്കേണ്ടി വരില്ല. ഏത് സമയത്തും ക്ലാസ്സിൽ പങ്കെടുക്കാം. എല്ലാവരും കൂടുതൽ വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലുമുള്ള ഗ്രൂപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ. ഇനി നമുക്ക് രണ്ടാമതായിട്ടുള്ളത് ശരി അടയാളപ്പെടുത്താനാണ് കേട്ടോ. 1, അള്ളാഹു അല്ലാത്തവരോട് വേവലാതി പെടാതിരിക്കലാണെന്ത്? ക്ഷമ അല്ലേ. പരീക്ഷണം, ബുദ്ധിമുട്ടും, ഇടങ്ങേറും, രോഗം ഒക്കെ വരും. അപ്പോൾ അള്ളാഹിനോട് പറയാം, അള്ളാഹ് പരിഹാരം കാണിച്ചു തരും. ബാക്കിയുള്ളവരോട് പരിഹാരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. അതല്ലാതെ എങ്ങനെ ഇടങ്ങേറ്. കാരണം ആൾക്കാർക്ക് ഇല്ലേ നമ്മളെ സന്തോഷം കേൾക്കണതല്ലേ, ഓർക്കൊരു പോസിറ്റീവ് എനർജി. ചിലപ്പോൾ ഓർക്കായിട്ട് സന്തോഷം ഉണ്ടായിക്കോണമെന്നൊന്നുമില്ല, എന്നാലും നമ്മളെ ഇടങ്ങേറ് കേൾക്കുന്നത് പൊതുവെ ആൾക്കാർക്കൊരു നെഗറ്റീവ് വൈബേ വരുള്ളൂ കേട്ടോ. അപ്പോൾ അള്ളാഹിനോട് പറയാം കേട്ടോ. 2, വൻദോഷങ്ങളിൽ പെട്ടതാണ് എന്ത്? സരിഖത്ത് അഥവാ മോഷണം അല്ലേ. മോഷണം വൻദോഷ. കാരണം ഓരോ ആൾക്കാരും അധ്വാനിച്ചുണ്ടാക്കിയത് വേറെ ആൾ എടുക്കുക എന്നുള്ളത്, കട്ടെടുക്കുക എന്നുള്ളത് ഇസ്ലാം ഭയങ്കര വലിയ തെറ്റായിട്ടാണ് കാണുന്നത് അല്ലേ. പിന്നെ അയാൾ അധ്വാനിക്കുന്നത് എന്താ അർത്ഥമുള്ളത്? അയാൾ പൊട്ടനായില്ല. അപ്പോൾ അതിനെ പാടില്ല. 3, കൊലയാളിയുടെ ഇഹലോക ശിക്ഷ അഥവാ ദുന്യാവിൽ കൊലപാതകം നടത്തിയാലുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാമിക നിയമപ്രകാരം കൊല തന്നെയാണ്, അഥവാ അയാളെയും കൊല്ലുക എന്നുള്ളതാണ്. അത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അവിടെ കൊലപാതകമൊന്നും അങ്ങനെ നടക്കാത്തത്. ഇവിടെ പിന്നെ അങ്ങനത്തെ അതിമാത്രം ശിക്ഷ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എന്തിനാ കൊന്നതുപോലും അറിയാത്ത രൂപത്തിൽ കൊലപാതകം ഇവിടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. 4, ഏറ്റവും അധികം നരകത്തിൽ എത്തിക്കുന്ന അവയവം ഏതാണ്? നാവാണ് അല്ലേ. നാവ് കൊണ്ട് ഒരാളെ മേലിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുണ്ടാക്കിയാണ്ട് നാട്ടിലാകെ പരത്തി അയാളെ മാനം കെടുത്ത, അയാളെ ജോലി കളയാൻ, അയാളെ പറ്റി അയാൾ ആത്മഹത്യയിലേക്ക് വരെ എത്തിക്കുന്ന രൂപത്തിലേക്ക് എത്താൻ കഴിയും. ആകെ നാവുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തൊഴിൽ, ലൈസൻസ് വേണ്ടല്ലോ അല്ലേ, ചിലവില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പരത്തിയാൽ മതി. പക്ഷേ അതെന്താണ്? ആ പറഞ്ഞ ആളെ ഏറ്റവും കൂടുതൽ നരകത്തിലെത്തിക്കുന്ന അവയവമാണ് കേട്ടോ.
5 പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം ഏതാണ്? ഖത്ൽ, കൊലപാതകമാണ് അല്ലേ? ഒരാളുടെ ജീവൻ നൽകിയത് ആരാ? അള്ളയാണ്. ആ ജീവൻ തിരിച്ചെടുക്കാനുള്ള അധികാരമൊക്കെ ഉള്ളത് അള്ളാഹ്ക്കാണ്. അത് വേറെ ആരെങ്കിലും എടുത്താൽ പഠിച്ചോൻ ഫസ്റ്റ് തീരുമാനമാക്കും എന്ന് വെച്ചാൽ നരകത്തിലാണ് നർത്തം കേട്ടോ. ഇനി നമുക്ക് ഉത്തരം എഴുതാനാണ് കേട്ടോ. നോമ്പുകാരനായി ഷഹീദായ സ്വഹാബി ആരാണ്? ജഅഫർ റളിയല്ലാഹു അൻഹു. ഖൈബറിൽ എത്ര പേരാണ് ഷഹീദായത്? 15 പേരാണ്. 3 ഖന്തക് യുദ്ധത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? അഹ്സാബ് യുദ്ധം. 4 ഉഹുദിൽ പതാക വഹിച്ചിരുന്നത് ആരാണ്? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. 5 ബദറിൽ മുസ്ലിങ്ങൾക്ക് എത്ര ഒട്ടകം ഉണ്ടായിരുന്നു? 70 ഒട്ടകം ഉണ്ടായിരുന്നു. 6 ഗസ്വത്ത് എന്നാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന് പറയുന്ന പേരാണ് ഗസ്വത്ത്. 7 പുരുഷൻ സ്വർണം ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താ? ഹറാമാണ് അല്ലേ? പുരുഷന്മാർ സ്വർണ്ണം ഇടാൻ പാടില്ല. 8 നല്ല കൂട്ടുകാരനെ നബി ഉപമിച്ചു ആരോട്? കസ്തൂരി വാഹകനോട് അല്ലേ? നമുക്ക് കസ്തൂരി ഇല്ലെങ്കിലും നമ്മുടെ കൂട്ടുകാരന് കസ്തൂരി ഉണ്ടെങ്കിൽ അതിൻ്റെ വാസന നമുക്ക് കിട്ടും അല്ലേ? എന്നതുപോലെ നല്ല സ്വഭാവമുള്ള കൂട്ടുകാരനാണെങ്കിൽ നമുക്ക് ആ സ്വഭാവം കിട്ടും. നേരെ മറിച്ച് കിളിവാറിയ കൂട്ടുകാരനാണെങ്കിൽ അപ്പോഴത്തെ ഇന്നലെ ഒരു വീഡിയോ കണ്ടുട്ടോ. ഒരു ചങ്ങായി ഒരു മരക്കൊമ്പുമ്പോൾ തൂങ്ങി. ഓന് ഒരു പിരിപോയ പരിപാടി കാട്ടി. എന്നിട്ട് ഓൻ്റെ കാല് വളച്ചിട്ട് കണ്ട് അതിന്മേൽ ഇട്ടിരുന്നു. അപ്പോൾ ചങ്ങായിമാർ 1000 പിരിപോയ ടീമിന് ഓരതിൻ്റെ ഇടയിൽ കൂടെ കോലിട്ട് ഓനെ കാലും ഇതിപ്പോൾ പറയുമ്പോൾ മനസ്സിലാവില്ല അല്ലേ? ഏതായാലും ഓന് ആവുമ്പോൾ ചാടാൻ പറ്റാത്ത രൂപത്തിൽ ഓൻ്റെ കയ്യിൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ ലോക്ക് ഇട്ട് കണ്ട് കോലിട്ട് വെച്ചിട്ട് ഓൻ്റെ ബാക്ക് ഭാഗത്ത് തീയാണ് കത്തിച്ചു. ഓനാകെ പൊള്ളി നിൽക്കുകയും ചെയ്യുന്നിട്ട് ഇവർ പൊട്ടന്മാർ ചിരിച്ച് നിൽക്കുക. അതേമാതിരി കുറേ പേര് പോയ ടീമാരുണ്ട്. ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ പേരിൽ ആകെ അടിച്ചിട്ട് ഇതാക്കുക. എന്താണ് ഫ്രണ്ട്ഷിപ്പ്? ഞാൻ പറയുള്ള ബാക്കിയൊന്നും. അപ്പോൾ അങ്ങനത്തെ പിരിപോയ ഒന്ന് മതി നമ്മുടെ ജീവിതം കുളം തോണ്ടാൻ. ഏതായാലും അടുത്തത് എന്താണ്? വ്യക്തമാക്കാനാണ് കേട്ടോ. 1 പുരുഷന് സുന്നത്തായ വസ്ത്രം ഏതാണ്? വെള്ള വസ്ത്രം, തലപ്പാവ്, കമീസ്. ഇതാണ് പുരുഷന്മാർക്ക് പ്രത്യേകം സുന്നത്ത് അഥവാ പ്രതിഫലം കിട്ടും കേട്ടോ. 2 ലജ്ജ എന്തിൻ്റെ ബാഹ്യ പ്രകടനമാണ്? അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും ബാഹ്യ പ്രകടനമാണ് ലജ്ജ അല്ലേ? ഇപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് അല്ലേ പലപ്പോഴും ഒരു തലയിൽ തട്ടിട്ടില്ല എന്ന് ഓർമ്മ വരപ്പോഴാണ് ഏതെങ്കിലും ഉസ്താദന്മാർ മുമ്പിലെത്തുമ്പോഴാണ് അവർക്കത് ഓർമ്മ വരിക. അപ്പോഴാണ് അവർ എന്താണ് പടച്ചോനെ പറ്റി ഒന്നുകൂടി ചിന്ത വരുന്നത്. അപ്പോൾ സ്വാഭാവികം പടച്ചോനെ ഞാൻ തട്ടിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത അപ്പോൾ വരുന്നു, തട്ടിടുന്നു. അതെന്തുകൊണ്ടാണ്? പടച്ചോനോടുള്ള ഒരു പേടി, അതുപോലെ തന്നെ ഞാൻ മുസ്ലിം ആണല്ലോ എന്നുള്ളൊരു ഈമാനുള്ള ആളാണല്ലോ എന്നുള്ളൊരു തോന്നൽ. അതോടൊപ്പം തന്നെ ഉസ്താദ് പേരുണ്ടെന്നുള്ള തോന്നലും കേട്ടോ. അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി 3-മത്തത് ഹുദൈബിയ കരാറ് മൂലം മുസ്ലിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നിർഭയം അല്ലേ? ആ ഒരു ഭയപ്പാടിലായിരുന്നു മുസ്ലിങ്ങൾ. അതിലൂടെ നീങ്ങി. നിർഭയം ഖുറൈശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും അതിലൂടെ കഴിഞ്ഞു അല്ലേ? ആ ഭയപ്പാട് നീങ്ങി. എന്നിട്ടോ ഖുറൈശികളുമായി ഭയപ്പാടില്ലാതെ ഇടകലർന്ന് കഴിയാൻ കഴിഞ്ഞു. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു. മറ്റേ ഓരോ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള ധൈര്യമില്ല, ഓലപ്പം നടക്കാനുള്ള ധൈര്യം പോലും ഉണ്ടായില്ല. പക്ഷേ ഈ കരാറ് മൂലം അതൊക്കെ ഉണ്ടായിത്തീരുന്നു കേട്ടോ. അതായത് മക്കളെ, കീരിയും പാമ്പും ഒപ്പം നടക്കുമോ? ഇല്ല. രണ്ടും പരസ്പരം കൊത്തി കയറിയാണ്ട് ഏതെങ്കിലും ഒന്ന് തീരുമാനമാവും, ചാകും അല്ലേ? നേരെ മറിച്ച് ഓര് തമ്മിൽ കരാറുണ്ടാക്കിയാലോ അല്ലേ? പരസ്പരം ഇനി കൊത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നതുപോലെ ഒരു ഉദാഹരണമാണ്. അപമാനിച്ചല്ല. 4 തബൂക്കിൽ യുദ്ധം വേണ്ടി വരാതിരിക്കാൻ കാരണം എന്താ? റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായി. അതുകൊണ്ട് തബൂക്കിൽ യുദ്ധം വരാതിരിക്കാൻ അത് കാരണമായി കേട്ടോ. ഇനി 5-മത്തത് വിശ്വാസപരമായ 2 ത്വരീഖത്ത് ഏതൊക്കെയാണ്? അശ്അരി, മാതുരീദി കേട്ടോ. അത് മറക്കരുത്. ഇനി നമുക്ക് അർത്ഥം എഴുതാനാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകനല്ലാതെ മറ്റാരുമല്ല. അത് ഖലത്ത് മീൻ ഖബലിഹി റുസുലു. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പും പ്രവാചകന്മാർ ഇവിടെ വന്നു പോയിട്ടുണ്ട് അല്ലേ? സ്വാലിഹ് നബി വന്നിട്ടുണ്ട്. അദ്ദേഹം നാട്ടുകാരോട് വയല് പറഞ്ഞ് നന്നാക്കാൻ നോക്കിയാണ്. അദ്ദേഹം വഫാത്തായി പോയിക്കണം. അതേമാതിരി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വന്നു, നമ്മളോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇസ്ലാം പൂർത്തിയാക്കി തന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിപ്പോയി. അല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ആരാധ്യനല്ല, അള്ളയല്ല എന്നൊക്കെയാണ് ആ പറഞ്ഞത്. അതിൻ്റെ ചുരുക്കാർത്ഥം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകൻ മാത്രമാണ്. നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ചുരുക്കത്തിൽ നിങ്ങൾ അത് എഴുതിയാൽ മതി. ഇനി അപ്പം പിടിച്ച് കൃത്യമായിട്ട് കിട്ടിയില്ലാണ് ഞാൻ ഈ ആശയം പറഞ്ഞത് കേട്ടോ. അപ്പം പിടിച്ച് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത്. പോട്ടെ. 2-മത്തത് ജാ അൽ ഹഖു വ സഹക്കൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക. സത്യം വന്നു, അസത്യം നശിച്ചു. നിശ്ചയം അസത്യം നശിക്കാനുള്ളതാണ്.
3 ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസൻ, മനുഷ്യനോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, യഥാർത്ഥ വിശ്വാസിയായ നിലയിൽ ഒരാളും വ്യഭിചാരം നടത്തുകയില്ല. അപ്പോൾ വ്യഭിചാരം നടത്തുന്ന സമയത്ത് ഒരാളും യഥാർത്ഥ വിശ്വാസിയാവില്ല. ആ സമയത്തൊക്കെ മരണപ്പെട്ടാൽ ഹലാസ് തീരുമാനമായി. ഇനി നമുക്ക് ആറാമത്തത് പൂരിപ്പിക്കാനാണ് കേട്ടോ. ലാ ഈമാന ലിമൻ ലാ ഹയാ ലഹു. 2 ലാലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദ മൻ കാന യഅബുദു മുഹമ്മദൻ ഫ ഇന്ന മുഹമ്മദൻ ഖദ് മാത. അല്ലേ, ഇതൊക്കെ പ്രശസ്തമായ ഭാഗങ്ങളാണ് പാഠഭാഗത്തിലുള്ള. അപ്പോൾ പൂരിപ്പിക്കാൻ പഠിയണം, അതിൻ്റെ അർത്ഥം കിട്ടണം. എന്താ ഒന്നാമത്തിൻ്റെ അർത്ഥം? ലജ്ജയില്ലാത്ത ആൾക്ക് ഈമാൻ ഇല്ല. രണ്ടാമത്തതോ, അടുത്ത ഈ വർഷത്തിന് ശേഷം അടുത്ത വർഷം നിങ്ങളെ ഞാൻ ചിലപ്പോൾ കണ്ടുമുട്ടില്ലായിരിക്കാം. ഈ വർഷത്തിന് ശേഷം ചിലപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടില്ലായിരിക്കാം. 3 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും ആരാധിച്ചിരുന്നോ? അങ്ങനെയാണെങ്കിലേ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിപ്പോയിക്കണം. അല്ലേ, ആ കൂട്ടത്തിൽ ഏറ്റവും പക്വതയും പിന്നെ ഒരു നേതൃത്വ ബോധമുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു ആൾക്കാരോട് പറഞ്ഞതാണ്, സ്വഹാബികളോട് പറഞ്ഞ വർത്താനാണ്. അല്ലേ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിന്ന് സ്വഹാബികൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണല്ലേ, ആ സമയത്ത് പറഞ്ഞതാണ്. പറയുകയാണെങ്കിൽ ഒരുപാട് വിശദീകരിക്കും, ഇൻഷാ അല്ലാഹ് നമ്മളെ കോഴ്സിലൊക്കെ ഉണ്ടാവും. അടുത്തത്, ഇവയുടെ കൊല്ലവും മാസവും എഴുതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി ബാധിച്ചതെന്ന ഹിജറ 11ാമത്തെ വർഷം സഫർ മാസത്തിൽ. അല്ലേ, സഫർ കഴിഞ്ഞ അടുത്ത മാസമാണ്, അഥവാ റബീഉൽ അവ്വലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത്. ഈ സഫർ മാസം അവസാന ഭാഗത്താണല്ലോ അസുഖം വരുന്നത്. അല്ലേ. 2 ഹജ്ജത്തുൽ വിദായിന് മക്കയിലേക്ക് പുറപ്പെട്ടു. ഹിജറ 10 ദുൽഖഅദ മാസത്തിലാണ് പുറപ്പെട്ടത്. അല്ലേ. 3 മക്ക വിജയം എന്ന ഹിജറ 8ാം വർഷം റമളാൻ മാസത്തിലാണ്. ഒരു പേപ്പർ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത പേപ്പറിലേക്ക് കടക്കാം. ഇതിലും മറ്റേതിലൊക്കെ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രത്യേകം നോക്കാം. 2ാമത്തെ പേപ്പറിലേക്ക് കടന്നു. ചേർത്ത് എഴുതാനാണ് 1ാമത്തെ വർക്ക്. 1 ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? ആത്മരക്ഷയായിരുന്നു. അല്ലേ. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത യുദ്ധത്തിന് പറയുന്ന പേരെന്താ? ഗസ്വത്ത്. 3 മദീനയിലെ ജൂത ഗോത്രമായിരുന്നു ഏത്? ബനു ഖുറൈള. 4 ഉഹദിൽ അമ്പെയ്ത്തുകാരുടെ നിർത്തിയ സ്ഥലം ഏതാണ്? ജബലുർ റുമാത്ത്. 5 ഖന്തക് യുദ്ധത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? അഹ്സാബ്. ഇതിൽ ചിലതൊക്കെ കഴിഞ്ഞ പേപ്പറിൽ വന്നിട്ടുണ്ട്. അല്ലേ. ഇനി നമുക്ക് ശരി അടയാളപ്പെടുത്താനാണ് കേട്ടോ. ഖൈബറിൽ മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചതാരാണ്? അലി റളിയല്ലാഹു അൻഹു. മക്ക വിജയം നടന്ന മാസം ഏതാ? റമളാൻ മാസം. ഹവാസിൻ സഖീഫ് ഗോത്രക്കാരുടെ കേന്ദ്രമായിരുന്നു ഏത്? ത്വായിഫ്. 4 റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയ നായകൻ ആരാണ്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. 5 സമൂദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശം ഏതാണ്? ഹിജർ ആണ്. ഇനി നമുക്ക് യോജിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ നിന്ന് മടങ്ങി ഉംറക്ക് ഇഹ്റാം ചെയ്ത സ്ഥലം ഏതാണ്? ജിറാനത്താണ്. അല്ലേ. ഷാമിൽപ്പെട്ട സ്ഥലമാണ് ഏത്? മുഅ്തത്ത്. റോമൻ ചക്രവർത്തി സന്ധിക്ക് തയ്യാറായ സ്ഥലം ഏതാണ്? തബൂക്ക്. ഷാഫി മദ്ഹബിൻ്റെ ഇമാം ആരാണ്? മുഹമ്മദ് ബിനു ഇദ്രീസ്. അബു മൻസൂർ മുഹമ്മദിൽ മാതുരീദി. ആ ഫുൾ പേര് അവിടെ പൂരിപ്പിച്ചു കൊടുക്കാനുള്ളതാണല്ലേ. ഇനി നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് പൂരിപ്പിക്കാനാണ് കേട്ടോ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ മൻ ദഖല ദാറ അബി സുഫിയാന ഫഹുവ ആമിനുൻ വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ. അല്ലേ, പൂരിപ്പിക്കാനാണ്. അതിൽ 1ാമത്തെ കഴിഞ്ഞ പേപ്പറിൽ വന്നതാണ്. 2ാമത്തെ എന്താ? ആരെങ്കിലും അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അവൻ നിർഭയന, അവനെ ഞങ്ങളൊന്നും കാട്ടൂല. വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ, ആരെങ്കിലും പള്ളി കയറിയിരുന്നാലോ അവനും നിർഭയനാണ്, അവനും ഞങ്ങളൊന്നും കാട്ടൂല. അല്ലേ, അത് ഭയങ്കര സംഭവമാണ്. കാരണം മുസ്ലിങ്ങളെ പണ്ട് ഒരുപാട് ആക്രമിച്ചിട്ട് നാടും വീടും കൂട്ടുകാരും ഒക്കെ ഒഴിവാക്കിയാണ്ട് മദീനയ്ക്ക് പോയതാ, ഹിജറ പോയതാണ്. പിന്നെ ഇസ്ലാം അവിടെ വളർന്നു, ആൾക്കാർ മുസ്ലിം കൂടി, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരവിൽ ആരാ കൂടുതൽ? മുസ്ലിങ്ങളെ കൂടുതൽ. വേണമെങ്കിൽ അവരെ തിരിച്ച് പ്രതികാരം ചെയ്യായിരുന്നു, പക്ഷേ പ്രതികാരം ചെയ്തില്ല. ഇനി ഇങ്ങോട്ട് ചൊറിയാൻ വരണ്ട, വേണമെങ്കിൽ അടങ്ങി അവിടെ ഇരുന്നോളി, അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത്രത്തോളം വലിയ ക്ഷമയാണ്. അല്ലാതെ ഇസ്ലാം അക്രമത്തിൻ്റെ മതമല്ല. തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്? ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക. പടച്ചോനെ ചെയ്ത് പോയല്ലോ,
ഇത്രത്തോളം എരപ്പത്തരാണ് കാട്ടി പഠിച്ചോ ഒക്കെ ഫ്രീ ആയി എല്ലാ അനുഗ്രഹം തന്നിട്ട് ഒരു ഉസറും പുള്ളിയില്ലാതെ ഞാൻ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയത്. ആ ഒരു ഖേദം. പിന്നെ ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, ഇനി ദോഷം ചെയ്യാതിരിക്കുക കേട്ടോ. തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങില്ല എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക. ഇനി ഞാൻ തെറ്റ് ചെയ്യൂല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. പിന്നെ ഇത് മൂന്നുമാണ് അള്ളാഹായിട്ട് ബന്ധപ്പെട്ട തെറ്റെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ. എന്നാൽ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിലോ, ഉദാഹരണമായിട്ട് ഒരു മനുഷ്യനെ പരദൂഷണം കുറ്റം പറഞ്ഞേക്കണ്, അല്ലെങ്കിൽ പരിഹസിച്ചിക്കണ്, നമീമത്ത് പറഞ്ഞേക്കണ്, അഥവാ അവർക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞു, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് പറഞ്ഞ കാര്യം മറ്റേയാളോട് വെറുതെ കൊളത്തി കൊടുത്ത് ഓനെ എന്നെപ്പറ്റി ഇങ്ങോട്ട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയണം എനിക്ക് പറഞ്ഞാണ്ട് കുറ്റപ്പെടുത്തിക്കാണ്ട് എമ്മിച്ചൂട്ടി പറയില്ല, നിങ്ങളെ നാട്ടിൽ എന്താ പറയാറില്ല അല്ലേ, അങ്ങനെയൊക്കെ ഇടങ്ങേറാക്കിക്കണ് വാസലാക്കിക്കണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അതൊക്കെ നേരിട്ട് പൊരുത്തപ്പെടിക്കേണ്ടി വരും. അതാണ് മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാകുക. അതുപോലെ ആരാൻ്റെ അതിര് തിരക്കിക്കണമെങ്കിൽ, പൈസ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാമെന്നിക്കണമെങ്കിൽ, ചതിച്ചിക്കണമെങ്കിൽ അതൊക്കെ നേരിട്ട് തിരിച്ചു കൊടുത്ത് പൊരുത്തപ്പെടിക്കേണ്ടി വരും കേട്ടോ. അല്ലാതെ മയ്യത്ത് അങ്ങോട്ട് പള്ളിക്കൊക്കെ വെച്ചിട്ട് ഈ സന്ദർഭം എല്ലാവർക്കും വരാനുള്ളതാണ്, നാളെ നമ്മൾക്കുള്ളതാണെന്ന് ഓർപ്പിച്ച് കണ്ട് എല്ലാവരും പൊരുത്തപ്പെട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പം പറഞ്ഞതിന് വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ എല്ലാവരും പൊരുത്തപ്പെട്ട് കൊടുക്കുക, എല്ലാവരും മനുഷ്യന്മാരാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഒക്കെ ചെയ്യാനുള്ളത് ചെയ്യുക. അതിന് മുമ്പ് മാക്സിമം ആരെയും കുറ്റം പറയാൻ നിൽക്കാതെ വെറുതെ പീടിയെ കുറയുമ്പോൾ പോയി കണ്ട് ആരെയും കുറ്റം പറയാതെയും ചതിച്ചാതെയും ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ലതൊക്കെ ജീവിച്ച് പോകാൻ നോക്കുക. എന്നാൽ നമുക്കും അതിൻ്റേതായ സമാധാനം ഉണ്ടാവും. പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഇൻഷാല്ലാ നമ്മളെ കോഴ്സിൽ വിശദമായിട്ട് അതിനെ പറ്റിയൊരു ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുതരാം. ആറാമത്തത് ഒറ്റ വാക്കിൽ എഴുതാനാണ് കേട്ടോ. ചീത്ത കാര്യങ്ങളെ മായ്ച്ച് കളയുന്നതാണ് എന്ത്? നന്മ. നല്ല കാര്യം ചെയ്താൽ അത് ചീത്ത കാര്യങ്ങളൊക്കെ മായ്ച്ച് കളയും, അഥവാ തെറ്റ് പൊറുക്കപ്പെടാൻ കാരണമാവും. 2, അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. 3, നന്നായ ശരീരം മുഴുവൻ നന്നാകുന്ന ഒന്നാണെന്ത്? ഖൽബ്, നമ്മുടെ മനസ്സ് അല്ലേ. മനസ്സ് നന്നായ നമ്മളെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നന്നായി തീരും, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 4, മനുഷ്യൻ്റെ അധികവും നരകത്തിലെത്തിക്കുന്ന അവയവമാണ് നാവ്. 5, കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ആവശ്യമാണെന്ത്? ക്ഷമ. അതെ, ഇതിൽ പലതും കഴിഞ്ഞ പേപ്പറിൽ വന്നതാണ്. ഇനി നമുക്ക് വ്യക്തമാക്കാനാണ് കേട്ടോ. ഫാത്തിമ ബീവിയുടെ വസിയത്ത് എന്തായിരുന്നു? എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം. എൻ്റെ ശാരീരാകാരം, അഥവാ ശരീരത്തിൽ പല സ്ഥലങ്ങളും പൊന്തിയ സ്ഥലങ്ങളും താഴ്ന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ശരീരാകാരം എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അതും മരണശേഷം പോലും അന്യപുരുഷന്മാർ കാണാൻ ഇടവരരുത് അല്ലേ. അപ്പോൾ തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ആലോചിച്ചോളൂ കേട്ടോ. അതേമാതിരി റീൽസൊക്കെ ഇടുമ്പോഴേ സൗകര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ അന്തവൈപ്പായിട്ട് കൂട്ടില്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ആലോചിക്കുക. 2, വിപത്തുകൾ സംഭവിച്ചാൽ പറയേണ്ടത് എന്താ? ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 3, വസ്ത്രം അണിയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചത് ആരെയാണ്? സ്ത്രീവേഷം അണിയുന്ന പുരുഷനെയും പുരുഷവേഷം അണിയുന്ന സ്ത്രീയെയും. ഇനി നമുക്ക് അർത്ഥം എഴുതാനാണ് കേട്ടോ. അഫല അകൂന അബദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമ ആകേണ്ടതില്ലയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു അല്ലേ. 2, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഗർഗിർ, റൂഹ് തൊണ്ടക്കുഴിയിലെത്താത്ത കാലത്തോളം തീർച്ചയായും അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും അല്ലേ. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അള്ളാഹു യഖ്ബലു, അള്ളാഹു സ്വീകരിക്കും തൗബത്തൽ അബ്ദി, മനുഷ്യന്മാരായ നമ്മുടെ അടിമകളുടെ അല്ലേ, നമ്മുടെ തൗബയെ, മാലം യുഗർഗിർ അല്ലേ, അസറായിൽ റൂഹ് ഇങ്ങനെ പിടിച്ച് തൊണ്ടക്കുയിലേക്ക് എത്തുന്നത് വരെ തൗബ സ്വീകരിക്കും, അഥവാ ഇപ്പോഴൊക്കെ തൗബ സ്വീകരിക്കും എന്നർത്ഥം കേട്ടോ. അപ്പോൾ അതിലൂടെ നമ്മുടെ തെറ്റുകൾ പൊറുക്കുകയും നമുക്ക് സ്വർഗത്തിലാവാൻ കാരണമാവുകയും ചെയ്യും. അഥവാ നമ്മൾ തെറ്റൊക്കെ ചെയ്ത് തൗബ ചെയ്യാതെ മരണപ്പെട്ടാലോ നരകത്തിൽ കടന്ന് കരിയേണ്ടി വരും. ഇനി നമുക്ക് ഉത്തരം എഴുതാനാണ്. കസ്തൂരി വഹിക്കുന്നവരോടും ഉലകിൽ ഊതുന്നവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയാണ് ഉപമിച്ചത്? നല്ല സഹവാസിയെയും ചീത്ത സഹവാസിയെയും. നേരത്തെ നമ്മൾ വിശദീകരിച്ചല്ലേ, നല്ല കൂട്ടുകാരൻ ചീത്ത കൂട്ടുകാരൻ, നേരത്തെ ഉദാഹരണം പറഞ്ഞല്ലോ. 2, ശുക്ർ എന്നാൽ എന്താണ്? ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ശുക്ർ, അഥവാ നന്ദി കേട്ടോ. 3, കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം എന്താണ്? അവൻ തൻ്റെ സഹോദരനെ വധിക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു അല്ലേ. രണ്ടാൾക്കും പരസ്പരം കൊല്ലാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഒരാളെ കൊല്ലൽ നടന്നുള്ളൂ, മറ്റേ ആളെപ്പോത്തിന് മരിച്ചുപോയി. അപ്പോൾ കൊല്ലാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് രണ്ടാളും നരകത്തിലാണ് കേട്ടോ. അതുപോലെ നന്ദിയോ അല്ലേ, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്താൽ അല്ലേ, നമുക്ക് തിരിച്ചെന്തെങ്കിലും സഹായം അങ്ങോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു വാക്ക് പറയുക, അല്ലെങ്കിൽ അയാളുടെ മനസ്സിലെങ്കിലും നമുക്കൊരു നന്ദി വേണം.
അത് കാരണമായി നമുക്ക് അയാൾക്ക് വേണ്ടി നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കലും ചെയ്യാമല്ലോ അല്ലേ. അതൊക്കെ നന്ദിയുടെ ഭാഗമാണ് കേട്ടോ. ഈ പേപ്പറും പൂർത്തിയായി നമുക്ക് മൂന്നാമത്തെ പേപ്പറിലേക്ക് കടക്കാം. ഇതിലും മറ്റതിലൊക്കെ ആവർത്തിച്ച ചോദ്യങ്ങൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ മൂന്നാമത്തെ പേപ്പറിലേക്ക് കടക്കുകയാണ്. ഇതിലും ഒന്നാമത്തത് ശരി അടയാളപ്പെടുത്താനാണല്ലേ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ താമസിച്ചിരുന്ന വീട് ആരുടെ വീടായിരുന്നു? ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നു അല്ലേ. 2, നമ്മുടെ മദ്ഹബിൻ്റെ പേരെന്താ? ഷാഫിഈ മദ്ഹബ്. 3, ബദർ യുദ്ധം നടന്ന മാസം ഏതാ? റമളാൻ മാസം. 4, വലിയ പാപങ്ങളിൽ പെട്ടതാണെന്ത്? വ്യഭിചാരം അല്ലേ. 5, സൽസ്വഭാവത്തിൽപ്പെട്ടതാണ് സത്യസന്ധത, അഥവാ സത്യം പറയാന്നുള്ളത് സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്. നോണ പറഞ്ഞ ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ പറ്റുമെന്ന് നമ്മൾ കരുതും. പക്ഷേ അതെല്ലാവർക്കും അറിയാം. എല്ലാവരും ഇപ്പോൾ അങ്ങനെ പൊട്ടന്മാരൊന്നുമല്ലല്ലോ. പിന്നെ നമുക്ക് ആർക്കും നമ്മളെ വിശ്വാസം ഉണ്ടാവില്ല. നമ്മളൊരു കാര്യത്തിനും പിന്നെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കൂല. നമ്മളെന്നുള്ള ആ ഒരു വാല്യൂ അത് പോയി കഴിഞ്ഞ് കേട്ടോ. കാരണം ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാർ, നമ്മൾ മെനിന്നുള്ളത് മേലാണ് നമ്മൾ ബാക്കിയുള്ളവരുടെ നുണ അങ്ങനെ പറയാം. അത് മഹാപോയത്താ. 6, അള്ളാഹു ഇതുകൊണ്ട് പരീക്ഷിക്കും. എന്തുകൊണ്ട്? വിശപ്പ് കൊണ്ട് നമ്മെ പരീക്ഷിക്കും അല്ലേ. നമുക്കൊന്നും ശരിക്കും വിശപ്പ് അങ്ങനെ അറിഞ്ഞ പരിചയമല്ല. അള്ളാഹു കാക്കട്ടെ. ഇനി രണ്ടാമത്തത് ഉത്തരം എഴുതാനാണ് കേട്ടോ. മുഅ്തത്ത് യുദ്ധത്തിൽ നോമ്പുകാരനായി ഷഹീദായ സ്വഹാബിയാരാണ്? ജഅഫർ റളിയല്ലാഹു അൻഹു. 2, ഉഹുദ് യുദ്ധം നടന്നത് ഏത് മാസത്തിലാണ്? ശവ്വാൽ മാസത്തിൽ. വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം? കഴിഞ്ഞ പേപ്പറിലൊക്കെ വന്നല്ലോ അല്ലേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ എഴുതുന്ന രീതി നോക്കി വെക്കണം കേട്ടോ. അക്ഷരത്തെറ്റ് ഒരുപാടുണ്ടായിരുന്നത്. ശുക്ർ എന്നാൽ എന്താ? ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. ദേശസ്നേഹം ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അല്ലേ. നമുക്ക് ഇന്ത്യ രാജ്യക്കാരാണെന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യനോടാണ് കൂടുതൽ സ്നേഹം ഉണ്ടാവുക അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാത്ത യുദ്ധങ്ങളുടെ പേരെന്താ? എന്താ ഇതിന് പറയുക? ശരീഅത്ത് എന്നാണ് പറയല്ലേ. അപ്പോൾ ഇതൊരു 1-2 ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് അല്ലേ. ഇനി നമുക്ക് അടുത്തത് പൂരിപ്പിക്കാനാണ്. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ അൻ തഅബുദ റബ്ബക കഅന്നക തറാഹു ഫഇല്ലൻ തകുൻ തറാഹു ഫഇന്നഹു യറാക. ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഹുദൈബിയ കരാറ് മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ അന്തായബുദ റബ്ബക്ക കഅന്നക എന്നുള്ളത് അവിടെ റബ്ബക്ക എന്നല്ലല്ലോ, അന്തായബുദല്ലാഹ കഅന്നക തറാഹു അല്ലേ. ഇത് ഒരുവിധമൊക്കെ വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ 1-2 ചോദ്യങ്ങളൊക്കെ അതിൽ കഴിഞ്ഞ പേപ്പറിൽ വന്നതാണ്. പിന്നെ ഈ മൂന്നാമത്തെയും നാലാമത്തെയും ചോദ്യം പാഠഭാഗങ്ങളുടെ ഇടയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ വരികൾക്കിടയിൽ നിന്നും ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. ഇത് പൂരിപ്പിക്കാൻ 8 മാർക്കാണ്. അപ്പോൾ ഇത് മാത്രം നോക്കിയാൽ പോരെ. പാഠഭാഗത്തിൻ്റെ ഓരോ വരിയും നമ്മൾ വായിച്ച് നോക്കണം. കാരണം ഇടയിൽ പൂരിപ്പിക്കാൻ വന്ന് നഷ്ടപ്പെടാൻ പാടില്ല ടോപ്ലസ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് യോജിപ്പിക്കാനാണ്. മനുഷ്യനെ അധികവും നരകത്തിലെത്തിക്കുന്നത് എന്താണ്? നാവാണ് അല്ലേ. ഇതിപ്പോൾ മൂന്നാമത്തെ പേപ്പറിലാണ് വരുന്നത്. കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്നാണെന്ത്? ഇൽമ് പഠിക്കുക, അഥവാ അറിവ് പഠിക്കുക എന്നുള്ളത് അല്ലേ. കൽബിൻ്റെ രോഗങ്ങളാണ് അസൂയ, പൊങ്ങച്ചം. അതൊന്നും പാടില്ല എന്ന് നമ്മൾ അറിവ് പഠിക്കലിലൂടെ നമ്മൾ നേടിയെടുക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ ഒഴിവാക്കും. പൊങ്ങച്ചം പാടില്ല എന്ന തിരിച്ചറിവ് നമുക്കിത് കിട്ടും. ആരോട് അസൂയ പാടില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടും അല്ലേ. അങ്ങനെ നമ്മൾ അതൊക്കെ ഒഴിവാക്കും. അതുതന്നെയാണ് അറിവ് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം. സത്യവിശ്വാസിയുടെ ഈമാനിന് കോട്ടം തെറ്റുന്ന വൻ കുറ്റമാണ് ഏത്? സിന അഥവാ വ്യഭിചാരം അല്ലേ. വ്യഭിചരിക്കുന്ന സമയത്ത് ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ പറഞ്ഞല്ലോ അല്ലേ. 4, ഖൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ ആരായിരുന്നു? യഹൂദികളായിരുന്നു. 5, ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടവർ എത്ര ആളുണ്ട്? 70 ആളുകളുണ്ട്. ഇതിലും 2-3-4 ചോദ്യം കഴിഞ്ഞ പേപ്പറുകളിൽ വന്നിട്ടുള്ളതാണല്ലേ. ഇനി നമുക്ക് ഈ സംഭവങ്ങളുടെ ഹിജറ വർഷം എഴുതി കൊടുക്കാനാണ് കേട്ടോ. ബദർ യുദ്ധം നടന്നത് ഹിജറ 2-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് ഹിജറ 11-ാം വർഷം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജറ 179. മക്ക വിജയം നടന്നത് ഹിജറ 8-ാം വർഷം. മാറിപ്പോരുത് കേട്ടോ. ഇനി നമുക്ക് അർത്ഥം എഴുതാനാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. നിശ്ചയം അഥവാ തീർച്ചയായും കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു അല്ലേ. മനസ്സ് നന്നാക്കിയ ആൾ തീർച്ചയായിട്ടും വിജയിച്ചു എന്നാണ് പറഞ്ഞത് കേട്ടോ. അഫല അക്കൂന അബ്ദൻ ഷക്കൂറ. ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന്.
ഇനി ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസൻ, മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. ഇത് മൂന്നും കഴിഞ്ഞ പേപ്പറുകളിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഉറപ്പിക്കുക കേട്ടോ. ഇനി നമുക്ക് വ്യക്തമാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കരാറുണ്ടാക്കിയ മദീനയിലെ ജൂതഗോത്രങ്ങൾ ഏതൊക്കെയാണ്? ബനു ഖുറൈള, ബനു ഖൈനുഖാ, ബനു നളീർ. മുഅ്തദ് യുദ്ധത്തിൻ്റെ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുമായി ചെന്ന ദൂതനെ റോമക്കാർ വധിച്ചു അഥവാ കൊന്നുകളഞ്ഞു. മക്ക വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ അടുത്ത് വന്ന് പറഞ്ഞതെന്താ? സത്യം വന്നു, അസത്യം നശിച്ചു. നിശ്ചയം അസത്യം നശിക്കാനുള്ളതാണല്ലേ. തസ്കിയത്തുൽ ഖുലൂബി എന്നാൽ എന്താണ്? ദുഷിച്ച വിശ്വാസം, വികാരം, വിചാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് അല്ലേ. അഥവാ മോശമായ വിശ്വാസങ്ങളില്ല, മോശമായ വികാരങ്ങളില്ല, വിചാരങ്ങളൊന്നും മനസ്സിലില്ലാക്കുക. എന്നാൽ പിന്നെ ഹൃദയം നന്നാകും. ലജ്ജ അഥവാ ഉസുറും ഉളുപ്പ് എന്നൊക്കെ പറയും മലപ്പുറത്തൊക്കെ. എന്താണത്? വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ. കള്ളുടിക്കുക എന്നുള്ളത് മോശം നമുക്കൊക്കെ അറിയാം. ആ ആൾക്കാർക്ക് വെറുക്കപ്പെട്ട സംഗതി നമുക്കൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ചെയ്യേണ്ടെന്ന് നമ്മളെ മനസ്സ് പറയില്ലല്ലേ, അത് ലജ്ജയാണ്. കട്ടെടുക്കുന്നത് ഉളുപ്പില്ലാത്ത പരിപാടി നമുക്കറിയാം അല്ലേ. നമ്മളെ മനസ്സ് പറയും കട്ടെടുക്കണ്ട, ഇനി 10 പൈസ എല്ലാവരും വേണ്ടില്ല കട്ടെടുക്കണ്ട. അങ്ങനെ ഒരു മൈൻഡ് നമ്മളെ അല്ലേ, ഒരു തോന്നൽ നമുക്ക് വരലില്ലേ, അത് ലജ്ജയാണ് കേട്ടോ. അപ്പോൾ ഇതിലും 3-4 ചോദ്യങ്ങൾ വന്നിട്ട് 2-3 ചോദ്യങ്ങളൊക്കെ മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. നമ്മുടെ 3 പേപ്പർ പൂർത്തിയായി. 4ാമത്തെ പേപ്പറും കൂടി നോക്കാം. 4ലും കോമണായി വന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രത്യേകം ഓർത്ത് വെക്കണം ഇൻഷാ അല്ലാഹ്. 4ാമത്തെ പേപ്പറിലേക്ക് നമ്മൾ കടന്നു. യോജിപ്പിക്കാൻ തന്നെയാണ് ഇവിടെയും ആദ്യമായിട്ടുള്ളത്. ഉഹദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകളെ എത്ര ആളാണ്? 15 സ്ത്രീകളാണ്. 2 തഖ്വ നിലകൊള്ളുന്ന സ്ഥലമാണേത്? കൽബ് അല്ലേ. നമ്മളൊക്കെ പടച്ചവനെ പേടിക്കുന്നത് സൂക്ഷിക്കുന്നത് മനസ്സിലാണ് അല്ലേ, അല്ലാതെ കയ്യിലോ കാലിലൊന്നും അല്ലല്ലോ. 3 നബിതങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിനെന്ന് പറയാം വസബത്ത് എന്നാണ് പറയുക അല്ലേ. നമ്മൾ മടിക്കാൻ പാടില്ല. എന്തിന്? പശ്ചാത്തപിക്കാൻ നമ്മൾ മടിക്കരുത് അല്ലേ. തെറ്റ് ചെയ്താൽ അള്ളാഹിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങണം അല്ലേ. അല്ലെങ്കിലോ നമ്മുടെ തടി എന്താണ് ചിക്കൻ 65 വാങ്ങണം നമ്മൾ തന്നെ കാണേണ്ടി വരും നരകത്തിലേ. 5ാമത്തെ ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ 300 പേര്. അവരാരായിരുന്നു? മുനാഫിക്കുകളായിരുന്നു അഥവാ കപട വിശ്വാസികളായിരുന്നു. അവർ ആൾക്കാരുടെ മുമ്പിൽ ഒരു യഥാർത്ഥ മുസ്ലിമങ്ങളാന്നൊക്കെ കാണിച്ചിട്ട് ഉള്ളിൽ ഇസ്ലാമിനോട് വെറുപ്പ് കാണിച്ചിരുന്ന ആൾക്കാരായിരുന്നു. സമൂഹങ്ങളെ ശിക്ഷിക്കപ്പെട്ട സ്ഥലം ഇതാണ്, ഹിജർ ആണല്ലേ. ഇതിൽ ചിലതൊക്കെ കഴിഞ്ഞ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണല്ലേ. ഇനി ഹിജറ വർഷവും മാസവും എഴുതാനാണ് കേട്ടോ. ഖൈബർ യുദ്ധം നടന്നത് ഹിജറ 7ാം വർഷം മുഹറം മാസത്തിൽ. ഉഹദ് യുദ്ധം ഹിജറ 3ാം വർഷം ഷവ്വാൽ മാസത്തിൽ. മക്ക വിജയം ഹിജറ 8ാം വർഷം റമദാൻ മാസത്തിൽ. പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചതോ ഹിജറ 2ാം വർഷം സഫർ മാസത്തിൽ അല്ലേ. ശത്രുക്കൾ ഇങ്ങോട്ട് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ട് നിൽക്കുക, തിരിച്ചങ്ങോട്ട് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ സാധാരണക്കാരായ പാവപ്പെട്ട മുസ്ലിങ്ങളൊക്കെ ആകെ പ്രയാസപ്പെട്ട് ചിലപ്പോൾ ഇസ്ലാം വിട്ടുപോയി എന്നൊക്കെ വരാം, പറയാൻ പറ്റില്ലല്ലോ അല്ലേ. സാധാരണക്കാരായ ആൾക്കാരല്ലേ. അപ്പോൾ പ്രതിരോധത്തിനുള്ള അനുവാദം അള്ളാഹു കൊടുത്തു. അതെന്നാൽ ഹിജറ 2ാം വർഷം സഫർ മാസത്തിൽ അല്ലേ. ഇനി ഹജ്ജത്തുൽ വിദാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടതെന്ന ഹിജറ 10ാം വർഷം ദുൽഖഅദ മാസത്തിൽ അല്ലേ. ഇനി നമുക്ക് അടുത്തത് ഉത്തരം എഴുതാനാണ് കേട്ടോ. ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിന്? ഇപ്പോൾ ഉദാഹരണമായിട്ട് 3ാമത്തെ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവിക്ക് ഇതാണ് ക്ഷമൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണം. അമേരിക്കൻ തിരഞ്ഞെടുപ്പൊക്കെ കിട്ടിയ മാതിരിയാണ്. വാർഡ് മെമ്പറായിട്ട് ആകപ്പാടെ കൂത്താട്ട് തൊഴിലല്ലേ അത്. അപ്പോൾ നമ്മൾ ക്ഷമിക്കുക, കാരണം ഇത് ക്ഷമൻ്റെ ഒരു ഉദാഹരണമായിട്ട് കാണാം. പക്ഷെ നമ്മൾ എന്താണ് സദാചാരം കളിക്കല്ലോ കേട്ടോ. അതിൻ്റെ പേരിൽ ഇപ്പോൾ 2 ആളില്ലേ പടക്കം പൊട്ടി തെറിച്ച് മരിച്ചു. ഒരു യുവാവ് പടക്കം പൊട്ടിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി മണ്ടി, ആ കുട്ടി ആ ചെതറിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യത്തിനാണ്. അപ്പോൾ അപകടം വരാതൊക്കെ നോക്കണം. കാരണം ഓരോരുത്തർ ആ ചാടിക്കളായിട്ട് നിൽക്കുന്നിടയിൽ ചെറിയ കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും ഒക്കെ തടി കഴിച്ചിലാക്കാൻ നോക്കണം അല്ലേ. ചെറിയ പരിപാടിയല്ലേ. ഓരിപ്പോൾ ഏതായാലും നമുക്ക് കൊട്ടാരം പണിയാനും സ്വർഗം തരാനും നിൽക്കണമെന്നില്ലല്ലോ മെമ്പർമാർ. ഓരോർക്ക് കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കട്ടെ. അതിന് നമ്മൾ ഓവറാക്കിയാണ്ട് തടി നമ്മൾ കേടാക്കണ്ട. ഏതായാലും ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിന്? ഈ പറഞ്ഞതുപോലെ തന്നെ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും അല്ലേ. 2
മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയത് എപ്പോഴാണ്? ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് മദീനയിലേക്ക് പോകേണ്ടി വന്നത്. മുകളിൽ പറഞ്ഞ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും അല്ലേ, ആ സമയത്ത് ക്ഷമിക്കാൻ കഴിയുക ഭയങ്കര പ്രധാനമാണ്. ആ സമയത്ത് പല ആൾക്കാരും അള്ളാഹു ഇല്ല അല്ലേ, അള്ളാഹു ഉണ്ട്, ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമോ, ആ ചെറിയ പാവപ്പെട്ട ആൾക്കാരോട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ ഒരു കുട്ടി മരിച്ചു, അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കുട്ടികൾ മരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടികൾ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. അതിനും വലിയ പരീക്ഷണം വരാനുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മക്കൾ മരിക്കണില്ല അല്ലേ? അപ്പോൾ അതിന് നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. നമുക്ക് കഴിഞ്ഞാൽ നമ്മളവിടെ വിജയിച്ചു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത് എന്താണ്? എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവുമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത്. 4. ജബലുർ റുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ആരെ? അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 ആൾക്കാരെ. 5. പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ ഏതെല്ലാം? വെള്ള വസ്ത്രം, തലപ്പാവ്, കമീസ്. 6. മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്കുള്ള ദൂരം എത്രയാണ്? 50 മൈലാണ് അല്ലേ? ഇനി നമ്മൾ ശരി അടയാളപ്പെടുത്താനാണ് കേട്ടോ. കൽബിൻ്റെ അസുഖങ്ങളിൽ പെട്ടതാണെന്ത്? ഏഷണി അല്ലേ? ഏഷണിയല്ല, കോപം. അതെന്താണ്? കൽബിൻ്റെ അസുഖങ്ങളിൽ പെട്ടതാണ് കോപം. ഏഷണി എന്തിൻ്റെതാ? ഏഷണി നാവിൻ്റെതാണ് അല്ലേ? ഖന്തക്കിൽ മുസ്ലിം സൈന്യത്തിൻ്റെ എണ്ണം എത്രയാണ്? 3000 ആൾക്കാരാണ് കേട്ടോ. വൻപാപങ്ങളിൽ പെട്ടതാണ് എന്ത്? വ്യഭിചാരം. മദീനയുടെയും ഷാമിൻ്റെ ഇടയിലുള്ള സ്ഥലം ഏതാണ്? ഖൈബർ. മനുഷ്യരെ അള്ളാഹു പരീക്ഷിക്കും എന്തുകൊണ്ട്? ഭയം കൊണ്ട്. ഉഹുദിൽ പതാക വഹിച്ചിരുന്നത് ആരായിരുന്നു? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഇനി നമുക്ക് പൂരിപ്പിക്കാനാണ് കേട്ടോ. ലഅല്ലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദാ. മുകളിൽ പല ചോദ്യം മുമ്പ് പേപ്പറിൽ വന്നിട്ടുള്ളതാണല്ലേ. ഇനി വഖുൽ ജാഅൽ ഹഖ്ഖു വസഹക്കൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക വനാഫിഖുൽ കീരി ഇമ്മ അൻ യഹരിക സിയാബക വ ഇമ്മ അൻ നജിദ മിൻഹു റീഅൻ ഖബീസ യാ മഅശറൽ മുഹാജിരീന വൽ അൻസാർ ഹലുമ്മു ഇലാ റസൂലില്ലാ. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 മറ്റു പേപ്പറുകളിൽ വന്നിട്ടുള്ളതാണ്. ഇനി മൂന്നാമത്തെ എന്താ പറഞ്ഞത്? ഓരോക്ക് ഊതണ ആൾ ഒന്നെങ്കിൽ ഓനൻ്റെ വസ്ത്രം കരിക്കും, ഓൻ്റെ അടുത്ത് നിന്നാൽ എൻ്റെ വസ്ത്രം തീപ്പൊരി പാറി കത്തും, അല്ലെങ്കിൽ ഓൻ്റെ അടുത്ത് നിന്ന് മോശമായ വാസന എനിക്ക് കിട്ടുക. അത് ചീത്ത കൂട്ടുകാരൻ്റെ ഉദാഹരണം അല്ലേ? ഓൻ കാരണം ചിലപ്പോൾ നമ്മൾ മാനം കെടും അല്ലേ, ചിലപ്പോൾ നമ്മളെ ജീവിതം തന്നെ ആ കുളം തോണ്ടും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അത്. പൂരിപ്പിക്കാനാണ് ഇവിടെ വന്നത് അല്ലേ? അത് കൂടുതൽ വിശദീകരിക്കേണ്ടല്ലോ അല്ലേ? പിന്നെ 4-മത്തെ എന്താണ്? മുഹാജിറുകളും അൻസാരികളായ ആളുകളെ നിങ്ങളങ്ങോട്ട് ഓടിപ്പോണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ ഓടി വരൂ എന്ന് പറഞ്ഞ ആ സന്ദർഭം അല്ലേ? എല്ലാവരും ഓടിപ്പോയ സന്ദർഭത്തിൽ. ഇനി നമുക്ക് വ്യക്തമാക്കാനാണ് കേട്ടോ. തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ദുഷിച്ച വിശ്വാസം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കൽ. 2. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ല എന്ന കരാറിൽ ഏർപ്പെട്ട മദീനയിലെ ഗോത്രങ്ങൾ ആരൊക്കെയാണ്? ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നദിർ. കേട്ടതെല്ലാം പറയരുത്. എന്തുകൊണ്ട്? അതിൽ കളവ് വന്നു ചേരാൻ ഇടയുള്ളതുകൊണ്ട്. ആരുടെ നിലപാടാണ് ബദർ യുദ്ധം അനിവാര്യമാക്കിയത്? അബൂജഹലിനെ പോലെയുള്ള ശത്രു പ്രമുഖരുടെ അല്ലേ? അപ്പോൾ ഇതിലും 1-2 ചോദ്യങ്ങൾ കഴിഞ്ഞ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് അല്ലേ? ഇനി നമുക്ക് അർത്ഥം എഴുതാനാണ് കേട്ടോ. ഖദ് അഫ്ലഹ മൻ സക്കഹ വഖദ് ഖാബ മൻ ദസ്സഹ. തീർച്ചയായും മനസ്സിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു. ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസൻ. മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. അത്തഖ്വ ഹാവുന. ഇവിടെയാണ്, അഥവാ ഹൃദയത്തിലാണ്, മനസ്സിലാണ് തഖ്വ, അഥവാ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് അല്ലേ? അള്ളാഹിനെ കുറിച്ചുള്ളൊരു പേടി, പടച്ചവനെ പേടി എന്ന് പറയില്ലേ നമ്മൾ അല്ലേ? ഇന്നല്ലാഹു അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുവറഹിറ. റൂഹ് തൊണ്ടക്കുഴയിൽ എത്തുന്നത് വരെ അള്ളാഹു തൗബ സ്വീകരിക്കുന്നതാണ്. അഥവാ ഇതൊക്കെ കഴിഞ്ഞ പേപ്പറുകൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ പെട്ടെന്ന് പറഞ്ഞത് കേട്ടോ. ആ മക്കളെ ആവർത്തിച്ച് വന്നതും വരാത്തതും ഒക്കെ പഠിക്കുക. പുസ്തകം എടുത്തിട്ട് വരികൾക്കിടയിലുള്ളതൊക്കെ വായിക്കുക. കാരണം ഇടയിൽ നമ്മൾ നേരത്തെ 1-2 ചോദ്യങ്ങളുണ്ടല്ലോ പൂരിപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ 4 പേപ്പർ നോക്കി നമ്മൾ ചുരുക്കി പറഞ്ഞേക്കാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ കോഴ്സുകളിൽ ഓരോ കാര്യം നമുക്ക് ഉദാഹരണ സഹിതമൊക്കെ അല്ലാതെ പല രൂപത്തിൽ അതിൻ്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ക്ലാസ് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഇൻഷാ അല്ലാഹ്.